അസ്സലാമു അലൈക്കും. വെൽക്കം ടു വാഹിദ നൗഫൽസ് വ്ലോഗ്. വാഹിദ നൗഫൽസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മഴയുള്ള നല്ലൊരു ഞായറാഴ്ച. ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള പ്രചോദനം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കസിനും എൻ്റെ അനിയത്തിയും കൂടിയാണ് കേട്ടോ. കക്ഷി ഇപ്പം നാട്ടിലില്ല, പുറത്താണ്. അപ്പോൾ അവൾ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്തത്? ഞങ്ങൾ ഈ പുറം നാട്ടിൽ നിൽക്കുന്നവർക്കൊക്കെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ ജോലികൾ ചെയ്യണതും നിങ്ങളുടെ ഈ വീഡിയോകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നീ ധൈര്യമായിട്ട് ചെയ്യുക, നീ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നീ ചിന്തിക്കേണ്ട, നിനക്ക് തോന്നിയ വീഡിയോകളൊക്കെ നീ ഇട്ടോ, നിൻ്റെ വീടിൻ്റെ ഉള്ളിലെ ജോലികളൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. സത്യത്തിൽ അതെനിക്കൊരു മോട്ടിവേഷനും ഒരു പോസിറ്റീവ് എനർജിയും തന്നൊരു വാക്കുകളാണ് കേട്ടോ. എന്നാൽ പിന്നെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ അനിയത്തി കൂടിയായ എൻ്റെ ജന്നയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അത് നമ്മുടെ ദേശീയ ഭക്ഷണം എന്താ, പൂട്ട്സ് ആൻഡ് മുട്ടക്കറി എന്ന് പറഞ്ഞാലും നല്ല റോസ്റ്റ് ചെയ്ത മുട്ടക്കറിയാണ് കേട്ടോ. നല്ലോണം സവാളയൊക്കെ ഇട്ട് നല്ല രുചിയുള്ള മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എന്താ കുഴപ്പമെന്നറിയാവോ? ശരിക്കും പറഞ്ഞാൽ അവരത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും, ഉമ്മയ്ക്ക് എന്നും ഇങ്ങനെ ഉണ്ടാക്കിയാലെന്താ എന്ന് ചോദിക്കും. എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന മുട്ടക്കറി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു സവാള വെട്ടിക്കണ്ടിച്ചിട്ടിട്ട് അതിനകത്തേക്ക് ഒരു മുട്ട കുത്തി ഇളക്കും. ആ കുത്തി ഇളക്കിയ മുട്ടയുടെ ടേസ്റ്റ് കൊണ്ടായിരിക്കും വേറെ മുട്ടകളൊക്കെ അതിനകത്തേക്ക് പുഴുങ്ങിയിടുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ പാവങ്ങൾ തിന്നിട്ട് പോകും. പുട്ടാണെങ്കിലോ ഇഡ്ഡലി ചെമ്പിലിട്ടു പുഴുങ്ങിയുള്ള പുട്ടും തേങ്ങയൊക്കെ ഇട്ടു. പക്ഷേ ഇന്ന് അങ്ങനത്തെ പുട്ടുമുട്ടക്കറി എന്നല്ല കേട്ടോ. ഇന്ന് നമുക്ക് ഒരുപാട് സമയമുണ്ട്, ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് ഫുഡ് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ നല്ല ചൂടൻ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലൊക്കെ അടിച്ച് ഫ്രഷാക്കി വെച്ച് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചു. മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ പോയിട്ട് ബിരിയാണിക്കുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ പോയി. അങ്ങനെ ബിരിയാണിയുടെ സാധനങ്ങളെല്ലാം മേടിച്ച് തിരിച്ചു വന്നു. ഞായറാഴ്ച പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യുന്നില്ല എങ്കിലും മുൻവശം എറയം, മെയിൻ ഹോള്, ഡൈനിങ് റൂം, കിച്ചൺ ഇത്രയും ഞാനൊന്ന് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കിയിട്ടു കേട്ടോ. പെട്ടെന്നെങ്ങാനും ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ അന്നത്തെ ദിവസമായിരിക്കും. ബാക്കി എല്ലാ ദിവസവും നമ്മൾ അടിച്ചു തൂത്ത് വൃത്തിയാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗസ്റ്റ് വന്നൊരു ദിവസം ആഹാ, എന്നോളം നമ്മൾ ആ വീട്ടിൽ ഒരു പണിയും ചെയ്തിട്ടില്ല എന്നായിരിക്കും അവരുടെ മനസ്സിൽ. അവരാ പോയി കഴിഞ്ഞ് പിന്നീട് അവർ നമ്മുടെ വീട്ടിൽ വരുന്നത് വരെ നമ്മുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോ ഗൈസ്? എനിക്ക് എപ്പോഴും ഉണ്ടാകാറുള്ളൊരു അനുഭവമാണ് കേട്ടോ. ആര് വന്നാലും എൻ്റെ വീട് വൃത്തികേടായിട്ട് കിടക്കും. അന്ന് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഞാൻ അടിക്കലും തൂക്കലും തുടയ്ക്കലും നീറ്റാക്കലും ഒക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യണം, ഒരു വീഡിയോ എടുത്ത് പിടിച്ചു വെച്ചാൽ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയൊക്കെ ഞാൻ വീട് ചെയ്യുന്നുണ്ട്, ചില ദിവസങ്ങളിലാണെന്നൊക്കെ മനസ്സിലാകുമല്ലോ. ഇപ്പം അതൊന്നുമല്ല പറഞ്ഞു വന്നത്. ഞാനങ്ങനെ പുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. വീഡിയോയൊക്കെ എടുത്തപ്പോൾ എൻ്റെ കുട്ടികൾ ചോദിക്കുകയാണ്, അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലേ എന്ന്. ഞാൻ അതൊന്നും കൈക്കൊണ്ടില്ല, ചെവി കൊണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നല്ല ഫുഡും നല്ല കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്താലും പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡിൻ്റെ ദിവസം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവർ പറയും. അതൊക്കെ നാച്ചുറൽ, നമ്മളൊക്കെ ഇതത്ര പറഞ്ഞിരിക്കുന്നു അല്ലേ. ഞാനുണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ബീഫ് ബിരിയാണിയിൽ എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് ബീഫ് വേവിക്കും, നെയ്ച്ചോറുണ്ടാക്കും, നെയ്യിട്ടു, സവാള ഇട്ടു, വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, നാരങ്ങ ഞെക്കി കൊടുത്തു, ചോറൊക്കെ ഇട്ടു. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ ബിരിയാണി മസാലയിൽ സ്പെഷ്യൽ ഒരു മസാല ഉണ്ടാകും. ആ ഒരു മസാല എന്ന് പറയുന്നത് നമ്മൾ സവാള നല്ല നെയ്യിൽ വറുത്ത് കോരിയെടുക്കും. വറുത്ത് കോരി എടുത്തതിന് ശേഷം നെയ്യിലോ വെളിച്ചെണ്ണയിലോ, ഞാനിതിനകത്ത് വെളിച്ചെണ്ണ കേട്ടോ ഗൈസ് ഒഴിച്ചോളൂ. നെയ്യ് ഒഴിക്കാറുണ്ടായി, പക്ഷേ എന്തോ മറന്നുപോയി എന്ന് തോന്നുന്നു. ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് ഓർത്തത്. നെയ്യിലാണ് ശരിക്കും പറഞ്ഞാൽ വറുക്കേണ്ടത്. പോട്ടെ, നമുക്ക് വെളിച്ചെണ്ണയിലും വറുത്ത് കോരി എടുത്തിട്ട് ഈ വറുത്ത് കോരി എടുത്ത മസാല ഈ ഒരു സവാള നന്നായി കൈകൊണ്ട് അമർത്തി പൊടിച്ച് നമ്മുടെ ആ ബീഫ് റെഡിയായി കഴിയുമ്പോൾ ആ ബീഫിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്താൽ അടിപൊളി നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ ഒരു രുചി ആ ബിരിയാണിക്ക് വരും കേട്ടോ. എൻ്റെ ബിരിയാണിയിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഈ പാത്രങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോയിട്ടില്ലല്ലോ. ലക്കി ഗോൾഡ് 2005 ഗിഫ്റ്റായി കിട്ടിയ 2 പാത്രങ്ങളാണ് കേട്ടോ. അടിപൊളി പാത്രങ്ങളായിരുന്നു. ഒരു ക്വാളിറ്റി കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് ഞാൻ അത്യാവശ്യം നന്നായി കുക്കൊക്കെ ചെയ്തു, കഴുകിയൊക്കെ വെച്ചു. ഒരു കളർ വ്യത്യാസമോ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. നല്ലൊരു പാത്രമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പുതിയ പാത്രം ആയതുകൊണ്ട് തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ സത്യം പറയട്ടെ, ഞാൻ മനസ്സിൽ എങ്ങനെയാണ് ഒരു ബിരിയാണിയുടെ ഒരു ഇതുണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ബിരിയാണിയുടെ ഒരു
ഒരു പിക്ക് കടന്നു വരൂലേ, ആ ഒരു പിക്കിലുള്ള പോലെ തന്നെയുള്ള നല്ല ഫ്രഷ് ബിരിയാണി കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. കുഴഞ്ഞ് കെട്ടി അങ്ങനെ ഒന്നും പോയില്ല. നല്ല ചെറുപയർ മണികൾ പോലെ കിടക്കുന്ന നല്ല അരി. ഇനി അരിയുടെ ക്വാളിറ്റി ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള നല്ലൊരു ബീഫാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ കറിക്ക് നല്ല അടിപൊളി രുചിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നെയ്ച്ചോറൊക്കെ വിട്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ബീഫ് ബിരിയാണിയൊക്കെ ദമ്മൊക്കെ ചെയ്ത് വീണ്ടും സിമ്മിലൊക്കെ ഇട്ടു. പിന്നെ ഇത് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സെർവ് ചെയ്യുന്നതിലാണ് നമുക്ക് മാർക്ക്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ട്, ഇവിടെ നിന്ന് കോരണം, ഇങ്ങനെ കോരണം, അങ്ങനെ കോരണം എന്നൊക്കെ. ഈ കണ്ടിരിക്കുന്നവർക്ക് അതൊന്നും അറിയില്ല. നമ്മൾ ഈ ദമ്മ് ഇട്ടതിന് ശേഷം ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോയി വെച്ചാൽ അവരൊരു ഭംഗിയില്ലാതെ നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ പോലെ ഒരൊറ്റ കുത്തിന് കോരി എടുക്കും. അങ്ങനെയൊന്നുമല്ല, ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കോരി ഒന്ന് ഇളക്കി ഒന്ന് മണമൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ വന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് നല്ല പീസൊക്കെ നോക്കി നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് അത്യാവശ്യം കൊള്ളില്ലാത്ത പീസൊക്കെ നമുക്ക് എല്ലാവർക്കും ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ഇടുമ്പോഴാണ് ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക രുചി വരുന്നത്. എങ്ങനെ ഞാൻ ചെയ്യുന്ന രൂപമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. പിന്നെ അങ്ങനെ ഞാൻ എല്ലാം വിളമ്പി കൊടുത്തു. ഇതൊന്നും പറയുന്നത് സത്യമല്ല കേട്ടോ ഗൈസ്. ഇതിൽ നല്ലൊരു കുട്ടിയാണ് ഞാൻ. എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ ഇത്തിരി ചോറ് തിന്നുന്ന കുട്ടിയാണ് കേട്ടോ. എന്നെ കണ്ടാലേ അറിയാം. പിന്നെ ഞാൻ ഈ ബിരിയാണിക്ക് പുറമേ സോഡ മേടിച്ചായിരുന്നു. സോഡയൊക്കെ മേടിച്ചത് ഈ ബിരിയാണിയുടെ നമ്മുടെ ഒരു കെട്ടും മത്തൊക്കെ അവിടെ ഇറങ്ങണമല്ലോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി ക്ലീനിങ് സെക്ഷനിലേക്ക് കയറി. എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ആരും എന്നെ സഹായിക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് കേട്ടോ. എനിക്ക് എന്നെ ഫുള്ളും ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാലേ സമാധാനമുള്ളൂ. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? ബാക്കി എല്ലാ കാര്യങ്ങളിലും എല്ലാവരും സഹായിക്കുന്നതൊക്കെ എനിക്കിഷ്ടം. ഈ ഒരു സമയത്ത് ആരും എൻ്റെ അടുത്തേക്ക് വരാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അന്ന് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട്, കാരണം സൺഡേ ആയിരുന്നല്ലോ, വേറെ പണിയൊന്നും നമുക്കിനി ഇല്ലല്ലോ. ഇനി വൈകിട്ട് ഒരു ചായയുടെ ടൈം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ജോലികളും കഴിഞ്ഞു. ഇനി സ്വസ്ഥം സമാധാനം കുളി കഴിഞ്ഞ് കിടക്കാം.